بسم الله الرحمن الرحيم. الحمد لله البر الجواد الذي جلت نعمه عن الإحصاء بالأعداد، المان باللطف والإرشاد، الهادي إلى سبيل الرشاد، الموفق للتفقه في الدين من لطف به واختاره من العباد. أحمده أبلغ حمد وأكمله وأزكاه وأشمله، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله المصطفى المختار صلى الله عليه وسلم وزاده فضلا وشرفا لديه. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا، بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم: سيكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم، فإياكم وإياهم لا يضلونكم ولا يفتنونكم. شفيعنا رسول الله. يا رب صل على من حل في الحرم طه الرسول الذي قد خص بالكرم. يا رب آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا حصل مقاصدنا ذا الجود والكرم. ആദരണീയരായ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ അഭിവന്യരായ ഉസ്താദ് മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈളി, വേദിയിലുള്ള പണ്ഡിതന്മാരെ, വിശിഷ്ടാതിഥികളെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നല്ലവരായ ശ്രോതാക്കളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും ദീർഘമായി പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ നമുക്ക് ഹിദായത്ത് നൽകി എന്നത്. ആ ഹിദായത്ത് നൽകുക എന്നത് അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹു ആ യഥാർത്ഥ ഹിദായത്തിൽ നമ്മളെയൊക്കെ, നമുക്ക് വേണ്ടപ്പെട്ടവരെയും അടിയുറപ്പിച്ചു നിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ ആര് തന്നെ ആയിട്ടും, എത്ര വലിയവരായിട്ടും, സാമ്പത്തികമായ പുരോഗതിയുള്ളവരായിട്ടും, വാഗ്യരാസ്വം കൊണ്ട് അമ്മാനമാടുന്നവരായിട്ടും തന്നെ ഹിദായത്ത് ലഭിച്ചുകൊള്ളണം എന്നില്ല. അത് അല്ലാഹു നൽകുക തന്നെ വേണം. അല്ലാഹു നൽകിയെങ്കിൽ മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ.
അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചത് നമുക്കറിയില്ലേ? വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ മാർഗത്തിലേക്ക്, നേർവഴിയിലേക്ക് ഹിദായത്തിലാക്കുന്നവൻ. പക്ഷേ അത് എല്ലാവരെയും ആക്കുകയില്ല. മൻ യശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ അള്ളാഹു ഹിദായത്തിലാക്കുകയുള്ളൂ. നിങ്ങൾ നോക്ക്, നമുക്കറിയില്ലേ, ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കെല്ലാവർക്കും അറിയും, അള്ളാഹു ബഹുമാനിച്ച മഹാവ്യക്തിത്വമാണ്. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ അനേകം മലക്കുകളുണ്ട്. ഉപരിലോകത്ത് വളരെ മലക്കുകൾ ഉണ്ടായിരുന്നു. ഉന്നതന്മാരായ മലക്കുകൾ. ലാ യഅസൂനല്ലാഹ, അള്ളാഹുവിനെ ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത, പറഞ്ഞതു മാത്രം ചെയ്യുന്ന മലക്കുകൾ. അള്ളാഹുവിന്റെ മലക്കുകൾ ലോകത്ത്, സ്വർഗലോകത്ത് ഉണ്ടായിരുന്നത് ചരിത്രത്തിൽ കാണാം, ഖുർആനിൽ കാണാം. ആ മലക്കുകളുടെ കൂടെ കഴിഞ്ഞിരുന്നയാളായിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നമുക്കറിയില്ലേ, ഇബ്ലീസ് മലക്കുകളുടെ ഗുരുവര്യനായിരുന്നു, ഉസ്താദായിരുന്നു. ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവിമാരെക്കാളൊക്കെ ഏറെ വലിയ താടിയുള്ളയാളായിരുന്നു, വലിയ പ്രായമുള്ളയാളായിരുന്നു. പാണ്ഡിത്യം കൊണ്ട് ഇന്ന് കേരളത്തിലുള്ള മൗലവിമാരെ എല്ലാവരെ വെച്ചാലുമുള്ള പാണ്ഡിത്യത്തെക്കാളും ഒരുപടി മുന്നിലായിരുന്നു ഇബ്ലീസ്. നമുക്കറിയില്ലേ, അങ്ങനെയുള്ള ഇബ്ലീസ് മഹാത്മാക്കളായ മലക്കുകളോട് കൂടി സഹവസിച്ച് കഴിഞ്ഞിരുന്ന ആ സന്ദർഭത്തിൽ തന്നെ ആ ഇബ്ലീസിന് ഹിദായത്ത് നഷ്ടപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അല്ലാഹു പറഞ്ഞത് എന്താണ്? പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് കാണാം. ഖാല, അല്ലാഹു പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. പോടാ, നീ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകൂ, നീ അഭിശപ്തനാകുന്നു. വ ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ വരെ എന്റെ ശാപം നിനക്കുണ്ടെന്ന് പറഞ്ഞ് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ച ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമുക്കറിയാം. ആ ഇബ്ലീസിന്റെ അത്ര പാണ്ഡിത്യവും അത്ര പ്രായവും അത്ര താടിയുമുള്ള ഒരു മൗലവിയും പിന്നീട് ഉണ്ടായിട്ടില്ല. പിന്നീടുണ്ടായ മൗലവിമാരൊക്കെ ആ ഇബ്ലീസിന്റെ അനുയായികളാണ്, അതിൽ സംശയമില്ല. അതിൽ ഞാൻ ഒരാളോടും അഭിപ്രായ വ്യത്യാസത്തിനുമില്ല. ഇമാമുന റാസി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, വകുല്ലു മുബ്തദിഉൻ മുതാബിഊന ലിഇബ്ലീസ്, എല്ലാ മുബ്തദിഉകളും പുത്തൻ പ്രസ്ഥാനക്കാരും ഇബ്ലീസിനെ പിൻപറ്റിയവരാകുന്നു. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, അപ്പൊ ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ ജീവിച്ചത് മലക്കുകളുടെ കൂടെയായിരുന്നു, പക്ഷെ ഹിദായത്ത് ലഭിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹിദായത്ത് എന്നത് അള്ളാഹു തന്നെ നൽകണം. നിങ്ങൾ നോക്ക്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അഷ്റഫുൽ ഖൽഖാണല്ലോ, ലോകത്തിന്റെ നേതാവ്, പരലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന തന്റെ നാട്ടിൽ തന്റെ കുടുംബങ്ങളായി ജീവിച്ചിരുന്ന ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു. അംറു ബിൻ ഹിഷാം നമുക്കറിയില്ലേ, അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് ഇല്ലേ, വലിയ പ്രമുഖരാണ്. അന്നത്തെ യുവാക്കളുടെ പ്രതീക്ഷയായിരുന്നു, അവരൊക്കെ ആവേശമായിരുന്നു, നമുക്കറിയാം. പക്ഷേ